ആ പോണത് എന്താ? അതെന്താ? ബസ്. ഇതെന്താ? ബലൂണ് പറ. ബലാലു. കൊട പറ. കൊല. പിന്നെ എന്ത്? ഇപ്പൊ ഇങ്ങനെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് താങ്ക് യു പറ. അലേഹ ഉമ്മ മുട്ടായി കൊടുക്കണേ. താങ്ക് യു. ബിസ്ക്കറ്റ് വേണ്ടോ? ബിസ്ക്കറ്റ് വേണ്ടോ? കൈ ബാക്ക് നിന്നിട്ടുണ്ടേ. അങ്ങനെ ഗായ്സ് നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. കുണ്ടുംകുഴി കൂടെ ഉള്ള യാത്രയാണ്. പറ്റിച്ചേ. അയ്യോ കാക്കേ പറ്റിച്ചോ. അയ്യോ അലേഹ. രാജാവ് വൃദ്ധൻ. രാജാവും വൃദ്ധനും ഒരുമിച്ച്. അലാനെ അങ്ങനെ വീണ്ടും വന്നു. അലാന വന്നു. അലാന എവിടെ? അതാ അലാനതാ. അങ്ങനെ നമ്മൾ എറണാകുളം എത്തി അവിടുത്തെ ഷൂട്ടൊന്നും എടുത്തില്ല കേട്ടോ. കാരണം ഓൾറെഡി ഓല് ഷൂട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മളും കൂടി എടുത്തിട്ട് ഇപ്പം എന്താ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. അത് ഇറങ്ങുന്ന ദിവസം ഞാൻ അതിൽ ലിങ്ക് ഇട്ടുതരാം കേട്ടോ. ഓക്കെ. ഒന്നുമില്ല, ഓണത്തിന് എന്താണ് അവിയൽ വെക്കുന്ന പരിപാടിയായിരുന്നു. അങ്ങനെ അവിയലൊക്കെ വെക്കൽ കഴിഞ്ഞു. ഞങ്ങൾ പുറത്തിരിക്കുകയാണ്. അടുത്ത ഇനി ചക്കരയുടെ ഷൂട്ടാ തോന്നുന്നുണ്ട്. ഓൽക്ക് എന്തോ ബട്ടറിൻ്റെ എന്തോ ആണ്. ചിക്കനല്ല, ബട്ടറിൻ്റെ എന്തോ പരിപാടിയാണ്. ഓക്കെ. അങ്ങനെ അലാന ഇവിടെ നിൽക്കുന്നുണ്ട്. അലേഹത്തിൻ്റെ മുകളിലാട്ടോ ഷൂട്ട്. അതിൻ്റെ മുകളിലാണ്. ഫോട്ടോ കണ്ടിട്ട് അങ്ങനെ ഗായ്സ് നമ്മളുടെ ഇന്റർവ്യൂ കഴിഞ്ഞു. 2 ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അല്ലേ. ആദ്യത്തെ ഇന്റർവ്യൂ ഞാനും ഉമ്മയായിരുന്നു. അതിൽ ടേസ്റ്റ് നോക്കാനുള്ള ആൾ സിനു ആയിരുന്നു. രണ്ടാമത്തെ ഇന്റർവ്യൂ ഞാനും സിനു ചക്കരയും ഇജാസും ആയിരുന്നു. അത് കുറച്ച് കോമഡി ഇന്റർവ്യൂ ആണ് അല്ലേ. അതിൽ പല സത്യങ്ങളും വിളിച്ചു പറഞ്ഞ ഇന്റർവ്യൂ ആണ്. ഓക്കെ. നിങ്ങൾ എങ്ങനെ കുട്ടികളെ നോക്കി? ഗൈസ് 2 ഉമ്മാരി പുറത്ത് നിർത്തി മക്കളെ കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഇന്റർവ്യൂ. ഇപ്പൊ അലാന നോക്കിയൊക്കെ ഇപ്പത്തെ ചെവിയില് അലാന റെഡിയായി. ഇപ്പൊ അലനാണ്. ഈ അല എന്നുള്ള പേരിലൊക്കെ പ്രശ്നക്കാരാണ് അല്ലേ. ഇതാണ് ഒരു പൊട്ടിത്തെറിച്ച ട്യൂബ്. അവളൊക്കെ കിട്ടിയത് തന്നെ. ഓക്കെ. അപ്പൊ എന്തായാലും നിജാസ് നിൽക്കുകയാണ്. ഇവിടെ ഇരുന്നിട്ട് നമുക്ക് രണ്ടാമത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു. നമ്മളുള്ളത് കൊച്ചിയിലാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് മറൈൻ ഡ്രൈവ് ഉള്ളത്. നിങ്ങൾക്ക് മറൈൻ ഡ്രൈവ് കാണണോ? മറൈൻ ഡ്രൈവ് പോക്കറ്റിലുണ്ടാകും. ഇപ്പൊ ഇറങ്ങി പോയി തന്നെ മറൈൻ ഡ്രൈവ്. ആ വണ്ടി എടുത്താലേ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റൂ. നിങ്ങൾ മറൈൻ ഡ്രൈവ് കണ്ടിക്കണം. ഇപ്പോഴല്ലേ രസം. ഇപ്പൊ വൈബാണ്. അവിടെ നല്ല കുലുക്കി സർബത്ത് അങ്ങനത്തെ. നമ്മൾ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ ചെങ്കാറിൽ കയറുകയാണ്. അതായത് ഏതായാലും ടിക്കറ്റ് കിട്ടിയോ? എത്രയായി? ഏതായാലും കൊച്ചി എത്തിയപ്പോൾ ഇവർക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം. അങ്ങനെ നമ്മൾ ചെങ്കാറിൽ കയറാൻ വേണ്ടിയിട്ട് ഇപ്പൊ ചെങ്കാറിൽ കയറി നിൽക്കുകയാണ്. നമ്മത് എന്താ സംഭവം എന്ന് ആലോചിച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ കടലിന്റെ നടുവ് കൂടെ വണ്ടി കൊണ്ട് പോവാണ്. മറ്റേ കൊച്ചി രാജാവില് മറ്റവനെ കൊണ്ടാവൂലേ വണ്ടിയിൽ കയറ്റിയിട്ട് അതേമാതിരി നമ്മളും കയറ്റിട്ട് ഈ കാറിലും കയറ്റി അറബിക്കടലിൽ കൂടെ അങ്ങനെ കൊണ്ടുപോവാണ് നമ്മളെ കൊച്ചിയില്. നിങ്ങൾക്ക് പേടിയുണ്ടോ? പേടി ഉണ്ടാവായിരുന്നായി. ഓക്കെ. നിജാസ് വീട്ടിലെടുത്തോണ്ട് എടുക്ക. എല്ലാം ഇതാണ് ബോട്ട് കൊച്ചി. ബോട്ട് പോണോക്ക. ബോട്ട് കണ്ടോക്കെ. അലേഹയുടെ വാപ്പയുടെ വാപ്പ
ഉണ്ടോ? അല്ല കാക്കു താറ്റ പറയും പോവാണ് പറയും പോവാണ് പറയും താറ്റ പറയും. നമ്മള് രണ്ടാള് രണ്ട് വഴിക്ക് പോവാണ്. ഒരു കൊല്ലം ചേട്ടാ ചേട്ടാ പറയും. കുട്ടിയുടെ എന്നിട്ട് അല്ലാതെ എടുത്തു ചേട്ടാ ഗായ്സ് അങ്ങനെ നമ്മൾ എറണാകുളത്തിൽ നിന്ന് വീട്ടിലെത്തിയിട്ടുണ്ട് അല്ലേ? എങ്ങനെയാണ് എറണാകുളത്ത് നിന്ന് വീട്ടിലെത്തിയെന്ന് ആർക്കെങ്കിലും വല്ല ഓർമ്മ ഉണ്ടോ? എനിക്കൊരു ഓർമ്മയില്ല എങ്ങനെ നാട്ടിലെത്തിയെന്നുണ്ട്. പക്ഷെ അതിലും വല്ലാന്ന് കൊല്ലത്ത് പോയിട്ടും തമിഴ്നാട്ട് പോയിട്ടും ഒന്നും ഇല്ലാത്ത പ്രശ്നം. ഗൈസ് ഞാൻ പറഞ്ഞുതരാം. അതിന്റെ 2 ദിവസം മുന്നേ എന്റെ തലക്ക് അലേഹ ഒരു സാധനം, നല്ല വെയിറ്റ് ഉള്ള സാധനം ഇട്ടു. അതിനുശേഷം ഭയങ്കര തലവേദന ഒന്ന്. ഇപ്പൊ വലിയ കുഴപ്പമില്ല, ഇന്നലെ ഒന്നും വലിയ കുഴപ്പമില്ല. ഒന്ന് ഉറങ്ങിയ നീച്ചപ്പോ കുഴപ്പമില്ല. പിന്നെ പോരാത്തതിന് ഈ ഇന്റർവ്യൂവും അതും ഇതും അതിന്റെ കൂട്ടത്തില് അവിടെ ഫോർട്ട് കൊച്ചി അങ്ങനെ നടന്നുങ്ങാണ്ട് റെസ്റ്റ് കിട്ടിയിട്ടില്ല. അപ്പൊ മൊത്തത്തിൽ നമ്മൾ ടയേർഡായി. പിന്നെ മറ്റേ മാനുവൽ വണ്ടി പോലെ അല്ല ഓട്ടോമാറ്റിക് വണ്ടി. ഇത് നല്ല സുഖമാണ് ഓടിക്കാന്. അപ്പൊ ഇതില് കയ്യും കാലിലൊന്നും വലിയ പണി ഇല്ലാത്തതുകൊണ്ട് വേഗം ഉറങ്ങുക. മുമ്പൊക്കെ നോക്കിയാലും ബാക്കിൽ നിന്നൊക്കെ തണുപ്പാണ്. അതുകൊണ്ട് വേഗം ഉറക്കം വരിക. എവിടെ മുതൽ ചാലക്കുടി അല്ല, എവിടുന്ന് ഇറങ്ങിയപ്പോ മുതൽ ഉറക്കം തുടങ്ങിയാണ്. ഉറങ്ങുക കറക്റ്റ്. അതുണ്ടായി. ഫുഡ് കഴിച്ചത് കുറച്ച് കൂടിപ്പോയി. ഞങ്ങള് അത് ഫുഡ് ലോഡായപ്പോ അതിലേറെ ഉറക്കം വന്നു. അല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും തൃശ്ശൂർ വരെയെങ്കിലും അപ്പൊ എത്തിയായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ ഉറങ്ങി പിടിച്ചുകൊണ്ട് 2 മണിക്ക് എത്തുന്ന എന്റെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. എത്ര മണിക്ക് അവൾ എത്തി? 5:15. 6 മണിയൊന്നുമല്ല, 5:15 നമ്മൾ വീടെത്തി. എന്തായാലും വീടെത്തിയില്ലേ, സേഫ് ആയിട്ട് എത്തിയില്ലേ? അതിന് അൽഹംദുലില്ലാ എന്ന് പറയും. ഓക്കെ, എത്ര വെച്ചിട്ടോ. അതിന്റെ ഇടയിൽ ഗൈസ് റൂമിൽ ഒരു കുറച്ചേരം ഉറങ്ങിയിട്ട് വരാന്ന് വിചാരിച്ചപ്പോ ആൾക്ക് ഞാൻ പറഞ്ഞു കുറച്ചു നേരത്തിനേ ഉള്ളൂ, ഞങ്ങൾ രാവിലെ തന്നെ പോവും. അപ്പൊ 2500 കുറഞ്ഞ റൂം തരൂല പറഞ്ഞ്. അപ്പൊ പിന്നെ ഞാൻ എന്താക്കി, വണ്ടി എടുത്തുങ്ങാണ്ട് മെല്ലെ ഇങ്ങനെ പോകുന്നു. പിന്നെ നാട്ടിലേക്ക് എത്തും വേണം, ജിമ്മിന് പോവും വേണം, ഒക്കെ പാടെയും കൂടി ജിമ്മിനും പോയില്ല, ഒന്നും നടന്നില്ല. എന്തായാലും നമ്മള് കൊച്ചിയിലെ യാത്രയും കാര്യങ്ങളൊക്കെ അടിപൊളിയായി. കൊച്ചിയിലെ ഇന്റർവ്യൂ ഒക്കെ ഇറങ്ങാനുണ്ട്. ഇന്റർവ്യൂ ഒക്കെ നല്ല രസമുള്ള ഇന്റർവ്യൂ ആണ്. 2 ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഒന്ന് ചെറുക്കാൻ മാത്രമുള്ള ഇന്റർവ്യൂ ആണ് അല്ലേ? അതിലുമ്മല്ല, ആ ഇന്റർവ്യൂല് നിങ്ങളില്ല. ആ ഇന്റർവ്യൂ കപ്പിൾസിന്റെ ഇന്റർവ്യൂ ആണ് കേട്ടോ. ഫുൾ കോമഡി, ഫണ്ണി കോമഡിയാണ്. കുട്ടികളെ നോക്കിട്ട് പിന്നെ എന്തിനങ്ങളൊക്കെ ഉണ്ടായത്? തുടങ്ങിയാ നിർത്തൂലേ? അലേഹ എന്താ തിന്നണേ? സാധാരണ ചക്കര കുട്ടിയാണ് അങ്ങനെ കരച്ചിലുണ്ടാവല്. പോളിയോ വെച്ചാ റെഡി ആവും പറയുന്നേക്കാ. അപ്പൊ ഒന്ന് വെച്ചോക്കണം, എന്തായാലും വേണ്ടില്ല. ഇനിയിപ്പോ ഈ ഗൈസ് നമ്മള് ഒക്കെ സേഫ് ആയിട്ട് നാട്ടിലെത്തിയിട്ടുണ്ട്. ഇതാ ഗ്യാസ് പോണൊക്കെ. ഇനി ഇപ്പൊ നമ്മള് പോകുന്നത് കുറച്ചു ദിവസമായിട്ട് വണ്ടിയിൽ തന്നെയാണ്. ഇന്നലെ പെരിന്തൽമണ്ണ, ഇന്ന് ഇതാ പെരിന്തൽമണ്ണ പോകാൻ വേണ്ടി നിൽക്കുന്നു. ഇന്നും വർക്ക് ഉണ്ട്, അപ്പൊ അത് ചെയ്യാൻ വേണ്ടി പോവാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇനി നാളെ പ്രത്യേകിച്ച് പരിപാടിയാണ്. നാളെ വീട്ടിലെ കുറച്ച് വർക്കുകളുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഓണത്തിന്റെ തിരക്കാണ് ഇപ്പൊ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ പറയേ. ഓലെപ്പോഴെത്തി അത് ചോദിക്കാൻ മറന്നു. നമ്മളെ കാലം മുന്നേ എത്തിയോ? ഓലിക്ക് 200 കിലോമീറ്റർ, നമുക്ക് 130 കിലോമീറ്റർ ഉള്ളു. പക്ഷെ നമ്മളാണ് വൈകി എത്തിയത്. പക്ഷെ ഓല് 2 ആള് ഡ്രൈവ് ചെയ്യാണ്ട് ഗൈസ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അല്ല, എനിക്ക് ഓൾറെഡി ഞാൻ പറ്റ ടയേർഡാ. പിന്നെ തല നല്ല വേദന ഉണ്ടായിരുന്നു.
കണ്ണങ്ങോട്ട് തുറക്കാൻ പറ്റില്ല, റോട്ടുമ്മക്ക് കാണില്ല. ചായ 4 ഓർത്തേക്ക് ഇറങ്ങി കുടിച്ചു കട്ടൻ ചായ ഒക്കെ കുടിച്ചു ഉറക്കം പോട്ടെച്ചിട്ട് എവിടെ പോണേ. വണ്ടിമ്മ കയറി അപ്പൊ ഉറങ്ങി. ഇന്ന് നിർത്തി എല്ലാ സ്ഥലവും കണ്ടിക്കണേ. എങ്ങനെയൊക്കെ പാടെ 5 മിനിറ്റ് ഓടുള്ളൂ. 5 മിനിറ്റ് കഴിഞ്ഞ നിർത്തും. അങ്ങനെ നിങ്ങൾ ഇതുവരെ ആക്കിയില്ല. നിങ്ങൾ ഉറങ്ങിയാലും ഒരു 10 മിനിറ്റ് ഉറങ്ങിയ തൃശ്ശൂരിന്ന് ഇങ്ങോട്ട് വിട്ട് തൃശ്ശൂര് വരെ ഉറങ്ങിയിട്ടാ വന്നത്. തൃശ്ശൂരിന്ന് ഇങ്ങോട്ട് കുടി വരെ ഉറങ്ങിയില്ല. അല്ല അതിന്റെ ഇടയിൽ ഒന്ന് നിർത്തി. എന്താ പറഞ്ഞു നോണ പറയല്ലേ. ഓക്കെ അപ്പൊ ഗായ്സ് ഉറങ്ങണേ നല്ലതല്ലേ, അല്ലെങ്കിൽ പിന്നെ എന്നേക്കുമായി ഉറങ്ങേണ്ടി വരും. ഓക്കെ അപ്പൊ എന്തായാലും